കോഴിക്കോട് നിന്നുള്ള കസ്റ്റമറുടെ റെഫറൻസ് ആയിരുന്നു കേട്ടോ ഇത്. ആൾക്ക് ഇതിന്റെ ബ്ലാക്കിൽ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത്. വർക്ക് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ ക്ലോത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാത്ത ടൈപ്പ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. ഇത് ചെയ്തിരിക്കുന്നത് സാറ്റിന്റെ ക്ലോത്ത് കൊണ്ട് ഒരു ഗൗണും അതിന്റെ മേലിൽ നെറ്റ് ഫാബ്രിക് കൊണ്ട് തന്നെ വേറൊരു ഗൗണാണ് ചെയ്തത്. റെഫറൻസിൽ ഉള്ളതുപോലെ തന്നെ വർക്ക് മാക്സിമം അതുപോലെ ആക്കാൻ നോക്കിയിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിലേക്ക് 2 ഹാൻഡ് വർക്കിന്റെ ക്ലോത്ത് ഒന്നുമില്ല കട്ട് വർക്ക് ആയിരുന്നു കേട്ടോ ആഡ് ചെയ്തിരുന്നത്. എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗമ്മ് വെച്ച് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്താൽ അത് ഇളകി പോരൂലേന്ന്. ഇല്ല കേട്ടോ, അത്ര പെട്ടെന്നൊന്നും ഇത് ഇളകി വരില്ല. വാഷ് ചെയ്താൽ പോലും സ്റ്റിക്ക് ചെയ്തതൊന്നും പെട്ടെന്ന് ഇളകി വരില്ല. കട്ട് വർക്ക് ആഡ് ചെയ്ത് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ അത്രയും എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ് സ്റ്റിച്ചിങ്ങിനേക്കാളും. ഈ ഒരു നെക്ക് പോഷിൽ വർക്ക് ആഡ് ചെയ്യാന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എന്നാലും ഒരുവിധം നോക്കി ചെയ്തെടുത്തിട്ടാ. പിന്നെ ആ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തെടുത്ത് നന്നായിട്ട് തന്നെ